ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരവെ ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ബി. 14 മാസം മാത്രം പ്രായമുള്ള സർക്കാരിനെ താഴെയിറക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ബി. നേരത്തെ കോൺഗ്രസ് സർക്കാരിന് സഭയിൽ ഭൂരിപക്ഷമില്ലെന്ന് കാട്ടി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ 15 MLA-മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് ബി.ജെ.പിയുടെ ഈ നീക്കത്തെ പ്രതിരോധിച്ചത്. പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന ഹിമാചലിൽ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാര നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു. DKയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പ് റിപ്പോർട്ടിലെ ഉള്ളടക്കം ലീക്കായതായി മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുമുണ്ട്. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെതിരെ MLA-മാർക്കും മന്ത്രിമാർക്കും ഇടയിൽ ശക്തമായ എതിർപ്പിനെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് വാർത്തകൾ. കൂടാതെ മുഖ്യമന്ത്രിയെ മാറ്റണമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന് സമയം നൽകുമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. ഇതിനു പുറമെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്ത 6 വിമത MLA-മാരെ സംബന്ധിച്ചും DKയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. 6 വിമത MLA-മാർക്കെതിരെ നടപടി വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 6 പേരെയും അയോഗ്യരാക്കുകയും ചെയ്തിട്ടുള്ളത്. അവരെ അയോഗ്യരാക്കിയ നടപടിയിൽ സ്പീക്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ MLA-മാർ കോൺഗ്രസ് ടിക്കറ്റിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നൽകിയ വിപ്പ് അവർ ലംഘിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല. ഇതനുസരിച്ച് MLA-മാരായ സുധീർ ശർമ്മ, രവി ഠാക്കൂർ, രാജേന്ദ്ര സിംഗ് റാണ, ചൈതന്യ ശർമ്മ, ദേവന്ദർ ഭൂട്ടോ, ഇന്ദർദത്ത് ലഖൻപാൽ എന്നിവർക്കെതിരെയാണ് അയോഗ്യതാ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സുഖു തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഭൂരിപക്ഷ അംഗങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത്.